രവിയുടെ ആത്മാവ് എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ. അമ്മച്ചിയും വിശ്വസിക്കണം, എനിക്കവനെ കാണാം, അവൻ പറയുന്നത് കേൾക്കാം. നോക്ക്, അവൻ കരയുകയാണ്. അവനെ 10 മാസം ചുമന്നു വെച്ച അവന്റെ അമ്മച്ചിയോട് അവൻ യാചിക്കുകയാണ്. അവനെ ഇപ്പോഴും മനസ്സിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന അവന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവൻ കെഞ്ചുകയാണ്. ദയവേത് നിങ്ങൾ വിശ്വസിക്കണം, അവനെ എനിക്ക് കാണാം, അവന്റെ നൊമ്പരം എനിക്കറിയാം.
എവിടെ ഉണ്ട്? ഇതാ ഇവിടെ ഉണ്ട്. സ്റ്റോപ്പ് പേയ്മെന്റ്? അതെ, എബി മാത്യൂസിന്റെ മദർ റിട്ടേൺ ലെറ്റർ തന്നിട്ടുണ്ട്. ഓ, മറന്നു. ഞാൻ തന്നെ അയക്കാൻ പറഞ്ഞത്. ഓഡിറ്റിൽ ചില കോംപ്ലിക്കേഷൻ, എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാ. ഓക്കെ. അമ്മച്ചി എന്താ പദവിയില്ലാത്ത ഓഫീസിൽ? എന്താ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോപ്പ് പേയ്മെന്റ് എഴുതി കൊടുക്കാൻ? ആ മാനേജറുടെ മുമ്പിൽ ഞാൻ വല്ലാണ്ടായി. എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാണ്ട്. എന്ത് പറ്റി അമ്മച്ചിക്ക്? പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് ക്യാഷ് വിഡ്രോ ചെയ്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ നമുക്ക് നഷ്ടപ്പെടും. അമ്മച്ചിയുടെ മുഖം എന്താ വല്ലാണ്ട്? ഇറങ്ങണ പുറത്ത്. ഇനി എന്റെ മുമ്പിൽ കൊണ്ടുപോകരുത്. അമ്മച്ചി വേണ്ട, ഇനി അങ്ങനെ വിളിക്കരുത്. നീ നിനക്ക് എങ്ങനെ ഇത്രയും തുഷ്ടനാകാൻ കഴിഞ്ഞു? എന്റെ യതിമോനെ പോലെയല്ലേ നിന്നെ ഞാൻ വളർത്തിയത്? അവനെക്കാളും നിന്നെയല്ലേ ഞാൻ സ്നേഹിച്ചത്? എന്നിട്ട് അമ്മച്ചിക്ക് ഇത്രയും വലിയ ശിക്ഷ തരണമായിരുന്നോ നീ? അമ്മച്ചി എന്തൊക്കെയായി പറയുന്നത്? പണത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എന്തിനീ കടുങ്കൈ ചെയ്തു? എല്ലാം നിനക്ക് തരുമായിരുന്നില്ലേ? അവന്റെ ജീവൻ എടുത്തിട്ട് വേണമായിരുന്നു. അവൻ എന്ത് ദ്രോഹമാണ് നിന്നോട് ചെയ്തത്? സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ നിന്നെ കരുതിയിരുന്നത്? എന്നിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? അമ്മച്ചി അത് ശരി. അപ്പൊ നീയാണ് ഇതിന്റെ പുറകിലല്ലേ? കള്ളക്കഥകൾ പറഞ്ഞ അമ്മച്ചിയെ വിശ്വസിപ്പിച്ച്. കൊള്ളാം, മിടുക്കൻ. എന്താ നിന്റെ ഉദ്ദേശം? അത് അധികം വൈകാതെ അലക്സിന് മനസ്സിലാവും. കള്ളക്കഥയാണോ അല്ലയോന്ന് പോലീസ് തീരുമാനിച്ചോളൂ. ഓഹോ, വിരട്ട് വേണോ താൻ? എന്റെയും കൂടെ ദയ കൊണ്ട് നീട്ടിക്കിട്ടിയ ആയുസാത് അതില്ലാണ്ടാക്കരുത്. ഇവന്റെ വാക്ക് കേട്ട് അമ്മച്ചി എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അലക്സ് ചന്ദനവേലിൽ അല്ലേ? ഞാൻ ദാമോദരൻ നായർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റവാളികളെ ഒളിപ്പിച്ചു വെക്കുന്നതും ഒരു കുറ്റകൃത്യമാണ്. ബെഞ്ചമിൻ ബ്രൂണോ എവിടെ? ബെഞ്ചമിൻ ബ്രൂണോയോ? ആരായാള്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. അലക്സിന് അറിയാമെന്ന് എനിക്കറിയാം. എല്ലാ തെളിവുകളോടും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രൂണോ മാപ്പ് സാക്ഷിയായാൽ അലക്സ് അഴികളെണ്ണും. ബ്രൂണോ എവിടെ? ബില്ല് കൊടുത്തിട്ട് പോണം. ജനുവരിയിലെ ഒരു തണുത്ത സായാഹ്നം, നഗരവീഥിയിലെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഗ്രീൻ സിഗ്നൽ കാത്തുകിടക്കുന്ന ഒരു കാർ, പെട്ടെന്ന് തൊട്ടടുത്തായി സഡൻ ബ്രേക്ക് ഇട്ട് വന്നു നിൽക്കുന്ന ഒരു ചുവന്ന വാനിന്റെ ഒരു വശത്തെ ഡോറിന്റെ ഗ്ലാസ് പതുക്കെ പതുക്കെ താഴുന്നു. അതിലൂടെ കാറിലിരിക്കുന്ന മനുഷ്യനെ ലക്ഷ്യം വെച്ച് ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെടുന്നു. കാറിലിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ഞെട്ടലോടെ കാർ മുമ്പോട്ട് പായിക്കുന്നു. വാൻ പിന്തുടരുന്നു. ചേസ്. ഒടുവിൽ ഒരു ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കും മട്ടിൽ ആ പാവം മനുഷ്യനെ ഇടിച്ചു കൊല്ലുന്നു. മരിച്ചത് എബി മാത്യു, കൊന്നത് ബെഞ്ചമിൻ ബ്രൂണോ. സൂത്രധാരൻ അലക്സ് ചന്ദനവേലിൽ. നിങ്ങൾ ബുദ്ധിമാനായ ഒരു കുറ്റവാളിയാണ്. ഐ അപ്രീഷിയേറ്റ് യു. പക്ഷെ ഞാൻ അതിബുദ്ധിമാനായ ഒരു പോലീസ് ഓഫീസറാണ്. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? നിൽക്ക്. ബ്രൂണോ എവിടെ?
ആഹാരം കഴിച്ചോ? വീട്ടിലെത്തിച്ചു. സാർ എന്താണ് ഈ രാത്രിയിൽ? നമുക്കൊന്ന് മാറാം. ഈ സ്ഥലം അത്ര സേഫ് അല്ല. പോലീസ് ഈ പരിസരത്തൊക്കെ ഉണ്ട്. താൻ റസി